ചെറായി സ്വദേശിനി ബിന്ദുവിന്റെ മരണം ചികിത്സാ പിഴവും മൂലമെന്ന പരാതിയുമായി കുടുംബം. എടവനക്കാട് ശ്രേയസ് ആശുപത്രിക്കെതിരെ മകൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്തതിന് പിന്നാലെ അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായെന്നും ഡോക്ടർമാർ കൃത്യസമയത്ത് തുടർ ചികിത്സ നൽകിയില്ല എന്നും മകൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് എടവനക്കാട് ആശുപത്രിയിലെ ഡോക്ടർ വഹാബിന്റെ വിശദീകരണം. വളരെ വലിയൊരു കൈപ്പിഴയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കേസിന് മുന്നോട്ട് പോവുക? മുതി, അതായത് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മകളുടെ പരാതിയിൽ മുനമ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ മുനമ്പം പോലീസ് കേസെടുത്താലും അതിന് മറ്റ് നടപടിക്രമങ്ങൾ സാധാരണ മുൻപത്തേതിന് സമാനമായ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. അപ്പോഴും ഈ ചികിത്സിച്ച ഡോക്ടർമാർക്കും മറ്റുമൊക്കെ അനുകൂലമായ ഘടകങ്ങളായിരിക്കും ഒരുപക്ഷെ ഉണ്ടാകുക. എന്തായാലും നീതി തേടി കുടുംബം ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ബിന്ദുവിൻ്റെ മരണത്തിന് കാരണം എടവനക്കാട് ശ്രേയസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൈപ്പിഴവാണ്, അത് മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം 20-നാണ് ഈ ഭർത്താവ് ബിന്ദുവിനെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായിട്ട് ആക്കുന്നത്. ഈ ശസ്ത്രക്രിയ 21-ന് നടക്കുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിരുന്നു. ഇതിനുശേഷം തൊട്ടടുത്ത ദിവസം ബിന്ദുവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു. ഇത് പക്ഷേ ഗ്യാസിൻ്റെ പ്രശ്നമെന്നാണ് ഈ നഴ്സുമാരും മറ്റു ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത്. പക്ഷേ ഇത് നിലയ്ക്കാതെ വന്നതോടുകൂടി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ബന്ധുക്കൾ പറഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർമാരെയും മറ്റുമൊക്കെ വിളിച്ചു വരുത്തി CT സ്കാൻ എടുക്കുകയും അതോടൊപ്പം തന്നെ എക്സ്റേ അടക്കമുള്ളവ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് ഈ ആശുപത്രിയിൽ ചികിത്സ പറ്റുകയില്ല, അതായത് മറ്റൊരു വിദഗ്ധ ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന പരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ പിഴവുകൾ വരുന്നത് കൊണ്ടായിരിക്കാം സാധാരണ അങ്ങനെ ഉണ്ടാവുന്നത്. ഇനി അഥവാ അങ്ങനെ ഒരു അണുബാധയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർമാർക്ക് സംശയമുണ്ട്, തോന്നലുണ്ട് എങ്കിൽ അതിനുള്ള ശ്രദ്ധയും എടുക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും